ഹലോ, അപ്പം നമ്മളെ ഊട്ടി ട്രിപ്പ് ഇവിടെ തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇനി മീറ്റ് ചെയ്യണം. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരുടെ അടുത്തും എടുക്കാം. അതാണ്ട് അടുത്ത ആൾക്കാർ വരുന്നു. ഹലോ ഗൈസ്, എന്തിന് ചേട്ടൻ ഹൈ നമസ്കാരം. ഒന്നും കാണില്ല, അവിടെ ഫ്ലാഷ് എടുത്തിട്ട് വരും എടുക്കുന്നുണ്ട്. കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. നമസ്കാരം അച്ഛനെ. നാടം എവിടെ ചേട്ടാ? അല്ല, അയ്യോ ഞാൻ തന്നെ. ഇതെന്തിനാ തുറന്നപ്പോൾ റെക്കോർഡാവുന്നു? പവർ നിങ്ങൾ ഇത് അവർത്തിയ ഓട്ടോമാറ്റിക് റെക്കോർഡാവും. ഇപ്പൊ ഓൺ റെക്കോർഡിംഗ് ആണ്. ഹലോ ഇങ്ങനെയൊക്കെ തന്നെ ഹായ് ഗൈസ്, നമ്മൾ ഊട്ടിയിലേക്ക് പോവാണ് ഗൈസ്. ഇത് നമസ്കാരം. ടൂറിന്റെ വ്ലോഗിലുണ്ടാവേ ഒരാവശ്യമില്ല. കണ്ണൻ എന്നാണ് ഇവരെ പേര്. നല്ലതാ. അപ്പൊ പോവാണ് എല്ലാവരും. കറിക്കളത്തിന് വറുത്തെടുത്തൊരു നണ്ട് കറുമുറാന്ന് കടിച്ചു തിന്ന പച്ച, കറുമുറാന്ന് കടിച്ചു തിന്നത് പച്ച പച്ച. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് എല്ലാവരും അവിടെ ചർച്ചയിലാണ്. ആടെ അവിടെ ഉണ്ട്, കാണൂല ഇട്ടായോണ്ട്. അയ്യോ, വണ്ടി ഫുഡ് കഴിക്കണം, സെറ്റാവണം. ഇവിടെ തണുപ്പ് കേട്ടോ. ഇവിടെ ആൾക്കാരുണ്ട്. ഒന്നും കാണില്ല, ഒന്നും കാണില്ല, ഇരുട്ടാ. അയ്യോ, ചായ പിടിക്കുന്നു. What is this? This is munda puttu. Munda puttu nahi, masala puttu. കട്ട തന്നെയല്ലേ അത്? പത്തല് ഫുൾ ടൈം തീറ്റ. അപ്പം നമ്മളിവിടുന്ന് ലീവ് ചെയ്യാൻ പോകുന്നു. മുദ്രയ്ക്കാൻ പോകുന്നേ നമുക്കത് എക്സ്ക്ലൂസീവ് ഇട്ടാലോ? എക്സ്ക്ലൂസീവ് ആവത്തിലേക്ക വണ്ടി എടുത്തിട്ട് കൊണ്ടുപോകും കേട്ടാ. ആവത്തിലേക്ക അയ്യോ. സമയം ഇപ്പം എത്രയായി? സമയം 11:30. സൂപ്പർ. പോരട്ടെ. വയനാടാ? ഊട്ടിയല്ലേ? ഇപ്പൊ വയനാട്. ഇപ്പൊ അങ്ങനെ ഞാൻ പോട്ടാ. അകത്ത് വരുണി സൊള്ളുന്ന്. ഇത് പെണ്ണാന്നൊന്നും അറിയില്ല. വരുണി ഇവിടെ എന്താ പറയാ, ചർച്ച. ഓ, ഇപ്പുറം പോണ്ട. സെൻസർ വേണ്ട. മറ്റേ ഇത് അലേർട്ട് കണ്ടുവരും. വരുണി
നിങ്ങൾക്ക് ഈ യാത്രയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു കടലോട്ടെ പൈസയില്ല പൈസയില്ല. നിങ്ങൾക്ക് ഈ യാത്രയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനിടും പറ പരിപാടി പറ. ഗുജറാത്ത് ജയിലിൽ പിടിച്ചിട്ട് പഞ്ചാബിലേക്ക് മതി മതി മതി. ഒന്നും വേണ്ട. ഇപ്പോൾ സമയം 2:40. ചായ പിടിക്കാൻ വേണ്ടി എല്ലാവരും ഉറക്കാന്ന് വണ്ടിയിൽ. ചായ പിടിക്കാൻ വേണ്ടി പൊറോട്ടയിലെ കുറച്ച് 2:40 പൊറോട്ട. പൊറോട്ട ഉണ്ട്, ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ട്. സമ്മതിക്കത്തില്ല വീഡിയോ ഒക്കെ. Guys, good morning guys. ഞാനൊന്നും ചെയ്തില്ല. എൻ്റെ അടുക്കുന്ന അങ്ങനത്തെ ഒരു സഹകരണം നീ കിട്ടുന്ന വിചാരിക്കുക വേണ്ട. രാവിലെ തന്നെ 6 എണീച്ചിട്ട് വിളിച്ച് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി തരാം. ഇവേ അടുത്തടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ താങ്കൾ വന്നിട്ടേ ഞാൻ വന്ന മലയാളി ഇവൻ വന്ന് വണ്ടി പിടിക്കോ പോരെ പോരെ. അപ്പോൾ നമ്മളിവിടെ എത്തി. രാവിലെ തന്നെ വെൽക്കം ടു ഊട്ടി. മതി 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 ഓട്ടെ. ഇവിടെ എത്തി ബാക്കി നോക്കണം. വലിയ കാണാം പൊട്ടിക്കാൻ പറ്റില്ല. ബാത്റൂം ഉണ്ട്, നല്ല കിടിലം ബാത്റൂം ഉണ്ട്. പക്ഷെ പൂട്ടിയിട്ട് ഈ തുറക്കൂല. ഇത് തുറക്കുകയേ ഇല്ല. അങ്ങനെയാണ് ഇയാളെ ദിസ് പെർമനന്റ് ലോക്ക്. ഇനി കക്കൂസ് പോണെങ്കിൽ ചാവി കാണുന്നില്ല. കക്കൂസ് പോകണമെങ്കിൽ ഇവിടെ ഉറവക്കല തൊട്ട് ബസ് സ്റ്റാൻഡിൽ പോകണം. പേസ്റ്റ് വരാം. ആക്ഷൻ. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. നിങ്ങൾക്ക് അങ്ങോട്ട് ഒരാ തെറ്റത്തല്ലേ.
കണ്ണോട് നോക്കിയിരിക്കാം കാതോട് കാതോട് നടകൾ പറയാം പൊന്നേ പിടങ്ങല്ലേ കുറ്റം ചെയ്തു ഞാൻ. അപ്പോൾ ട്രെയിൻ റൈഡ് കഴിഞ്ഞ് ഇപ്പം എല്ലാവരും പുറത്തിറങ്ങി ഇപ്പോൾ ചായ കുടിക്കാൻ നോക്കണം. ചായ ഒന്നും കുടിച്ചില്ല. ഗാനമേളയായിരുന്നു, ഫുള്ള് സെറ്റായിരുന്നു. കണ്ടടാ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വായി നോക്കുന്ന വ്യക്തി എല്ലാവരും റീയൂണിയൻ ഫുൾ മലയാളികളായിരുന്നു വണ്ടിയിനകത്ത്. ആശാൻ ചടേ അങ്ങനെ ഇറങ്ങി. കണ്ണയുടെ ഒരു 4 കാർഡ് വാങ്ങിയിട്ടുണ്ട് 100 റുപ്യക്ക്. എന്താ ചെയ്യാ, കിടി നോക്ക്. അപ്പൊ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി വണ്ടിക്ക് വേണ്ടി ഇവിടെ വണ്ടി ഫീല് വണ്ടി കേട്ടാ പത്തിന് നല്ല വണ്ടി. മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴ, പൊടിമഴ. ജാസ്തി അതന്നെ സംഭവം തന്നെ മനസ്സിലായി വിചാരിക്കുന്നു. നമ്മളാ വണ്ടി തപ്പി നടക്കുന്നത്, വണ്ടി കാണാനില്ല. നല്ല തിരക്കുണ്ട്. അതെ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല വിശപ്പുണ്ട് പണ്ടാകണങ്ങ്. ബാക്കി ചായ പിടിച്ചിട്ട് ചായ വീടിനകത്ത് തേങ്ങ കിട്ടാറില്ല. ഇവിടെ ഉപ്പാവുണ്ട്. അവിടെ മസാല ദോശ സൂപ്പറാണ്. കളവിയാണ് മസാല ദോശ സംസാരിക്കൂല. നമ്മളെ വ്ളോഗിക്കുന്നത് നെയ്യുണ്ടാവും. നെയ്യിന്റെ ഫ്ലേവർ. ഒരു പൊങ്കല് പറഞ്ഞ് വട കുഴപ്പമില്ല, നല്ലുണ്ട്. ഇവിടെ ദോശ വരാനുണ്ട്. ഞാൻ തുടങ്ങുന്നു. കുഴപ്പമില്ല, നല്ലുണ്ട്. കൊള്ളാം, അത് കൊള്ളാം. ഇല്ല, അത് ഞാൻ ചെയ്തില്ല. ഇപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി. മുടിഞ്ഞ പൈസ, പക്ഷെ നല്ല ഫുഡായിരുന്നു. ഫ്രീ ആയിട്ട് വട കിട്ടുന്നായിരുന്നു വെച്ചാൽ വട കിട്ടിയില്ല, പൈസ കൊടുക്കും. മഴയത്ത് ഇവന്മാരെ എങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ടാണോ? ഇതെന്തുണ്ട് എന്നാ ഇടുന്ന പരിപാടി? ഹോമം വേണം. ഇത് ഇവിടെ നമുക്കില്ല. ഇത് നമ്മുടെ സെക്ഷൻ അല്ല. ബോട്ട് ഹൗസിൽ എത്തിയിട്ടുണ്ട്. എന്നാട്ടാ ഹൗസ് ബോട്ട്, ബോട്ട് ഹൗസ്. അയ്യോ, എല്ലാരും സൈഡാണ്. ഫുള്ളായിട്ട് സൈഡായതോ. നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എടുത്തോണ്ട് പോ. ഓക്കെ, അവിടെ ഞാനും എങ്ക பார்த்தாലും മലയാളി വണ്ടി. ഇത് മലയാളിയാണോ? അതാണ്ട KL01. എന്നാ ചെയ്യാ, വെറുതെ നോക്കിയാ. അതാ KL26. അത് 26. അയ്യോ, ഒന്നും പറയില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്തു. ഇനി അകത്തോട്ട് കയറാൻ പോകുന്നു. എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിൽ കയറി.
നമ്മളെവിടത്തേക്കാ പോണ്? ബോട്ട് ഹൗസിലേക്ക്. എല്ലാ സാധനം മുടിഞ്ഞ റേറ്റ്. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ബോട്ടിങ് ചെയ്യുന്നൊന്നുമില്ല, ചുമ്മാ പ്ലാച്ച വൈബി, അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നു എൻ്റെ ചേട്ടാ? ഹൗസ് ബോട്ടാ? ബോട്ട് ഹൗസാ? ബോട്ട് ഹൗസ് ബോട്ടിൽ കയറാൻ പോകുന്നു. അയ്യോ, എനിക്ക് നീന്താനൊന്നും അറിയില്ല. നമ്മള് രണ്ടാളല്ലോ, ഒരാള് അങ്ങനല്ല. പോട്ടെ പോട്ടെ. എന്നാ ഇത് അങ്ങോട്ടാ തിരിച്ചടി. പോട്ടെ പോട്ടെ. വണ്ടികള് ഗിയർ മാറ്റേ. എന്നാ ഈ കാറ്റ് വന്ന് കാതിൽ പറഞ്ഞു നമ്മളീ 3 ബോട്ട് ഫോട്ടോ എടുത്താ കൊച്ച കിട്ടിയല്ലോ. നമ്മളെ ചാത്തന നീങ്ങുന്നില്ല. മറ്റേത് ബ്രൗണ് പുതിയ വണ്ടിയാടാ. നടുക്കടുത്ത് നിങ്ങളെ എഞ്ചിൻ കംപ്ലീറ്റ് ആവുന്നു. കല്യാണം കഴിച്ചിട്ടില്ല ആരും. ഒന്നുകൂടി പറഞ്ഞ എടുക്കാൻ വിട്ടായി. പ്ലീസ്. പാടോ ഞങ്ങൾ കണ്ടു. ഒരു വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ പൊട്ട് ഒന്നിച്ചിരുന്നാൽ. അങ്ങനെ നമ്മൾ തിരിച്ച് കരയിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ബോട്ട് റൈഡ്? പറയൂ ബോട്ട് റൈഡിനെ കുറിച്ച് 2 വാക്ക് പ്രണോട്ടൻ പറയൂ. ഫസ്റ്റ് ഹാഫ് സൂപ്പർ. പ്രണോട്ടൻ പറയൂ. പെടലുണ്ടായില്ല നമ്മുടെ ബോട്ട്, അതൊരു കുഴപ്പമുണ്ട്. ശരിയാ, പെടലില്ല. ഒരു കമ്പി മാത്രമേ ഉള്ളൂ. നല്ല കിടിലം വായ്പ. നിങ്ങളുടെ അഭിപ്രായം പറയൂ. സൂപ്പർ മോനെ, അതിമനോഹരമായ ഷൂവിന്റെ പാല് കഴിഞ്ഞു. തമിഴ്നാട് ടൂറിസം നല്ലോണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫെസിലിറ്റി ഫെസിലിറ്റി സത്യം. പെടൽ മാരുതി 800ന്റെ ഇപ്പത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. വെള്ളം വരെ കയറി. മെല്ലെ തന്നെ പോന്നു. അങ്ങനെ വോട്ടിങ് കഴിഞ്ഞ് ആൾട്ടോ 800. വേറെ ബ്ലോക്ക് ഓ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. ഫുഡ് കഴിക്കണം, പിന്നെ ബൊട്ടാണിക്ക്. ഓഫ് ടു നെക്സ്റ്റ് പ്ലേസ്. ഇപ്പോൾ നമ്മൾ 2-3 സാധനം കൂടി വാങ്ങി. അപ്പോൾ വണ്ടിയിലേക്ക് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. വേറെ ആരും വന്നില്ല. എന്തെങ്കിലും വാങ്ങാൻ കിടക്കണ്ടോ.
അപ്പോൾ ബാക്കി ഉപയോഗിക്കാൻ പോകണം, പിന്നെ ബൊട്ടാണിക്കൽ കാണാം. ബാക്കി അവിടെ വെച്ച് എടുക്കാം. അപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നു. നല്ല വിശപ്പുണ്ട്. അവിടെ നമുക്ക് കിട്ടുമോ ഇടയല്ലോ? കിട്ടൂല. അവരെല്ലാം അങ്ങോട്ടേക്ക് നീങ്ങി. ഇവിടെ ഫാമിലിയെല്ലാം കൊണ്ടുവന്നിട്ട് കഴിക്കാം. പുറത്ത് പോയിട്ട് അവിടെ ഫുഡ് കഴിക്കാം. അപ്പുറം എന്താ തലശ്ശേരി ഹോട്ടലിൽ എടുക്കുന്നത്? തലശ്ശേരി ഹോട്ടൽ ഗ്ലാസ് കണ്ണ് കിട്ടാൻ ദീക്ഷിച്ച് നയിച്ച് നീ ഞാൻ ഇത് നാട്ടുകാരെ ഒരു ഹായ് കൊടുക്കും. ഗൈസ് എന്ന് വെച്ചാൽ നമ്മൾ അമ്പൂർ ബിരിയാണീൻ്റെ ചോറ് 100 രൂപ. പിന്നെ അമ്പൂർ ബിരിയാണി തന്നെ. അമ്പൂർ ബിരിയാണി കഷ്ണം ഞാൻ കണ്ണന് കൊടുത്ത് നിങ്ങൾ സങ്കല്പിക്കുക, എനിക്ക് കഴിക്കുക. അപ്പോൾ അമ്പൂർ ബിരിയാണി തന്നെ ഞാൻ കണ്ണനെ കൊടുത്തു. അമ്പൂർ ബിരിയാണി കഷ്ണം കണ്ണൻ തിന്നു കഴിഞ്ഞു. അതെ. അടുത്ത നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്നത് രോഹിത്തിൻ്റെ ഒപ്പം. രോഹിത്തിൻ്റെ കയ്യിൽ പൈസ വാങ്ങിച്ചിരുന്നു. ചാറ് വെട്ടി തന്നു. പക്ഷേ രണ്ടാമത് സലാഡ് വെച്ചിട്ട് ആ മനസ്സ് തന്ന് തരാനുള്ളൊരു മനസ്സ് ഭയങ്കര. പക്ഷെ സലാഡ് വെട്ടി. ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചധികം ജോസിന് കൊടുത്തിട്ട് ജയറ്റിൻ്റെ ദീക്ഷിൻ്റെ ചോറ് കുറച്ചധികമായത് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു വെച്ചാൽ ആർത്തി കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും. അതല്ല, ഭക്ഷണം വേസ്റ്റ് ആക്കുക മനസ്സിലായില്ലേ? ഗൈസ് ആന്തൂർ ചോറ് അടിപൊളിയാണ്. നല്ല ഞാൻ ചോറ് പറഞ്ഞിട്ടില്ല, പക്ഷെ അപ്പുറത്തെ രസത്തിന് രസം എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. നിങ്ങൾക്കാരും കൈ കഴുകേണ്ട സ്ഥലം ഒന്ന് പറഞ്ഞു തരണം. കൈ കഴുകാൻ മറന്നുപോയി. എവിടെയാണെന്ന് കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കൈ കഴുകിയിട്ട് അറിയാം. നിങ്ങൾ കാണുന്നുണ്ടോ ഡോറ? കൈ കഴുകേണ്ട സ്ഥലം കൈ കഴുകേണ്ട സ്ഥലം കൈ കഴുകേണ്ട സ്ഥലം ഞാൻ മാത്രം കൈകാണ്ട് തിന്നു ഗൈസ്. എന്നാ ചെയ്യപ്പോ മറ്റു പറയുന്ന ഡോറല്ലേ എൻ്റെ ബാങ്കിൽ പലതരം സാധനം. ഇപ്പൊ ഫുഡ് കഴിച്ചിറങ്ങി. ക്യാറ്റെല്ലാം വാങ്ങണം പോലും. നാളെ നോക്കാം. ക്യാറ്റ് വാങ്ങി ചെയ്തട്ടെ. വിതരണം ചെയ്യുന്നുണ്ട് ലൈഫ്. എല്ലാവരും ഓരോന്ന് വെച്ച്. റെക്കോർഡിങ്ങാ? നിങ്ങൾ ഇങ്ങനൊരു സൗകര്യം കൊണ്ടുവന്നില്ല. ഞാൻ ഇത് അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു നീ ആടുന്ന് ഹോട്ടലിൽ നിന്ന് വെള്ളം കുടിക്കണ്ടെന്നും പറഞ്ഞ് റൂമിലെ വെള്ളം കുടിക്കാൻ നീ തയ്യാറാവുമെന്ന് ഞാൻ വിചാരിച്ചു. ആ ചോദ്യം എന്റെ മനസ്സിലെങ്ങനെ ഉണ്ടായിന്. ഞാൻ പിന്നെ മച്ചിനെ അഞ്ഞെടുക്കില്ല. സ്വല്പം കുറച്ച് വെള്ളം ഞാൻ ആക്കിയതാ ശീലം. അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ നമ്മളങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂർ നടത്തിയതിലേക്ക് ഏതോ ഒരു അട്ടക്കൊണ്ട് പോയി നിർത്തിയിട്ട് വന്ന് ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണം. കയറണോ വണ്ടിയോ എന്നുള്ള ചിന്തയിലാണ്. അവർ കണ്ടില്ലേ തിരിച്ചു പോകാനുള്ള ഇതിലേക്ക്. എന്തായാലും വന്നല്ലേ കറികളെ. ഏത് രാവിലെ മുതലൊന്നും കഴിച്ചില്ല.
അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബൊട്ടാണിക്കൽ ഗാർഡന്റെ പുറത്താണ്. നമ്മളിപ്പോ എല്ലാരും ഉണ്ട് 100 രൂപയ്ക്ക് എവർലാസ്റ്റിംഗ് സൺഫ്ലവർ കണ്ണം വാങ്ങിയിട്ടുണ്ട്. കണ്ണ ഇത് ഏത് വണ്ടി നീ കൊണ്ട് കൊടുക്കാൻ പോകുന്നത്? അതെയാ കണ്ണ ഇതാ വീഡിയോ എടുക്കുന്നുണ്ട്. കാണിക്കുന്നുണ്ട് എടുക്കട്ടെ. നനച്ചെടുത്ത് പോണോ എനിക്ക്? എന്നാ നനക്കാത്തിടക്ക് പോണോ?